അത് മാറിയിട്ട് മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് ജനങ്ങളായതോടുകൂടി മൊത്തം അഡ്വർടൈസിങ്ങിൻ്റെ സെനേരിയ മൊത്തത്തിൽ മാറി. അതൊക്കെ നിങ്ങൾ മനോരമ പരസ്യം കൊടുക്കും, മാതൃഭൂമി പരസ്യം കൊടുക്കും. ഈ കോണ്ടന്റിന്റെ ഓണർഷിപ്പ് മീഡിയകളുടെ കയ്യിലായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിലാണ് കോണ്ടന്റിന്റെ ഓണർഷിപ്പ്. അവരുണ്ടാക്കുന്ന കണ്ടന്റ്, അവരുണ്ടാക്കുന്ന കോണ്ടന്റ് എല്ലാം ഇത് ഭയങ്കര ജനാധിപത്യം. ആർക്ക് വേണമെങ്കിലും കോണ്ടന്റ് ഉണ്ടാക്കാം. ഞാൻ മീഡിയയിലേക്ക് വരുന്ന കാലത്ത് മീഡിയ ഫേംസിന് മാത്രമേ കോണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നില്ല. യാതൊരു തരത്തിലുള്ള എഡിറ്റിംഗും നടക്കുന്നില്ല. ഏത് കോണ്ടന്റ് ആണ് റിയൽ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഫ്ലോയിലേക്ക് നിങ്ങളും ചാടാൻ മാത്രമേ പറ്റുള്ളൂ. അതായത് ഈ ഫ്ലോയിൽ നിങ്ങൾ പോയി വീഴാൻ മാത്രമേ പറ്റുള്ളൂ. പ്ലാൻ ചെയ്ത് നിൽക്കാൻ സമയം കിട്ടില്ല. ഇതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലത്ത് നടക്കാൻ പോകുന്നത് എല്ലാവരും അവരവരുടെ തോന്നിവാസം ചെയ്യും. തോന്നിവാസം എന്ന വാക്കിന്റെ അർത്ഥം തോന്നിയത് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നെഗറ്റീവായ അർത്ഥമൊന്നുമില്ല. നെഗറ്റീവായ അർത്ഥം ഉണ്ടെങ്കിലും പക്ഷെ ചിലപ്പോൾ നിങ്ങൾ പറയുന്ന നെഗറ്റീവ് കോണ്ടന്റ് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു കാരണം അതാണ്. നിങ്ങൾ ഭയങ്കര പെർഫെക്ഷനിസം വർക്ക് ചെയ്യില്ല. നിങ്ങൾ 10 കോടി കൊടുത്തൊരു ആഡ് ഉണ്ടാക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ മലബാർ ഗോൾഡിനൊക്കെ പരസ്യം ഉണ്ടാക്കുന്ന സമയത്ത് 3.5-4 കോടി രൂപയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ടായിരുന്നു. ആ ആഡ് കൊണ്ട് നമ്മളൊരു 7 മാസം ജീവിക്കും. ഒരു പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ 7 മാസം ഈ ഒറ്റ സാധനം മതിയുള്ള കാലത്തുനിന്ന് ഇപ്പം നമുക്ക് മാക്സിമം കിട്ടുന്ന 3 ഡേ ആണ്. ഒരു കോണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്താൽ അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 3 ദിവസമാണ്. 7 മാസം എന്നുള്ളത് 3 മാസത്തിലേക്ക് റെഡ്യൂസ് ചെയ്തതിൻ്റെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫേസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച് വളരെ ക്ലിയർ ആയിട്ട് സ്വന്തം കോണ്ടന്റ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഇന്നത്തെ ഗസ്റ്റുകളിൽ ചിലർ അവർ വരുന്ന സമയത്ത് ഞാൻ പറയാം, അവർ വളരാനുള്ള കാരണം അവർ തോന്നിയത് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ തോന്നിയത് ചെയ്യാൻ പറ്റും, അതെങ്ങനെ റാപ്പിഡായിട്ടും വളരെ ഇൻസ്റ്റന്റ് ആയിട്ടും ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും നിങ്ങളുടെ സക്സസ്. ഇത് ഈ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിംഗ് ഫോളോ ചെയ്യുന്ന ആളുകളും നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്തയാണ്. യൂണിലിവർ അവരുടെ മാർക്കറ്റിംഗിന്റെ പുതിയൊരു സ്ട്രാറ്റജി റിവീൽ ചെയ്തു. ലയൺസ് ഫസ്റ്റിന്റെ അടുത്ത് ഇവര് ഇതിനകത്ത് സത്യത്തിൽ ഇതിന്റെ ഹെഡ്ലൈൻസ് ഭയങ്കര റോങ് ആണ്. ഈ വാർത്ത കണ്ടിട്ടുള്ള മാർക്കറ്റിംഗുകാരൊക്കെ ഈ വാർത്ത വന്ന മാർക്കറ്റിംഗ് ചാനലുകളിൽ പോലും വന്ന വാർത്തയുടെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് 3 lakh ക്രിയേറ്റേഴ്സിനെ അവർ യൂസ് ചെയ്യും എന്നാണ് ആക്ച്വലി ഇതിന്റെ വാർത്ത വന്നത്. പക്ഷെ ഇതിന്റെ സിഇഒയുടെ സ്പീച്ചിൽ സത്യത്തിൽ ഇതിന്റെ സയന്റിഫിക് ആയ പോർഷൻ ആര് പറഞ്ഞിട്ടുണ്ട്? യൂണിലിവറിന്റെ ഗ്ലോബൽ സിഇഒ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇത് ഒരു ഗ്ലോബൽ MNCയെ സംബന്ധിച്ച് വലിയൊരു മാർക്കറ്റിംഗ് ഷിഫ്റ്റ് ആണ്. പക്ഷെ ഇത് പണ്ടേ ഇവിടെ നടക്കുന്നത്. ഒരു ഗ്ലോബൽ കമ്പനി, ഒരു കോർപ്പറേറ്റ് കമ്പനി ഏറ്റവും അവസാനമാണ് ഇന്നോവേറ്റ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് അറിയില്ല, എപ്പോഴും ഇന്നോവേഷൻ നടക്കുക സ്റ്റാർട്ടപ്പ് ലെവലിലാണ്. കോർപ്പറേറ്റ്സിന് ഒരിക്കലും അത്തരത്തിലുള്ള ഇന്നോവേഷൻസ് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് ഒരു മാർക്കറ്റിംഗിന്റെ ലെവലിൽ ഇത് ഭയങ്കരമായൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പൂർണ്ണമായിട്ടും ക്രിയേറ്റർ-ലെഡ് എക്കണോമിയിലേക്ക് യൂണിലിവർ പോലൊരു കമ്പനി പോകുന്നുണ്ടെങ്കിൽ നമ്മളെ പോലുള്ള കമ്പനികൾക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ 3 lakh ക്രിയേറ്റേഴ്സിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഹെഡ്ലൈനിൽ വന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ്. ടോട്ടൽ സ്പെൻഡിന്റെ യൂണിലിവർ പോലൊരു കമ്പനി അവരുടെ ടോട്ടൽ സ്പെൻഡിന്റെ 50% ക്രിയേറ്റേഴ്സിന് കൊടുക്കും എന്നുള്ളതാണ് ഈ വാർത്തയുടെ ബേസ്. എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നു എന്നുള്ളത് ആ സിഇഒന്റെ സ്പീച്ചിലെ പുള്ളി വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. ഇതിനെ അവർ സാസി മോഡൽ എന്നാ പറയാം. ഇതിനെ മാർക്കറ്റിംഗിൽ ഇപ്പൊ സാസി മോഡൽ എന്നറിയപ്പെടുന്ന ഒരു സാധനമാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ട് എടുത്താൽ മതി. ഒന്ന്, സുപ്പീരിയർ സയൻസ് എങ്ങനെ, ഏതിലും സയന്റിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ എങ്ങനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യും. അത് പ്രൊഡക്റ്റ്, യൂണിലിവറിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എല്ലാ തരത്തിലുള്ള പ്രൊഡക്റ്റും അവർക്കുണ്ടാവും. അപ്പൊ അതിന്റെ സയൻസിനെ എങ്ങനെ അവർ ഭയങ്കര ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. 2, ഈസ്തെറ്റിക്സ് ആണ്. ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള ഈസ്തെറ്റിക്സ് അവരെങ്ങനെ അവരുടെ കോണ്ടന്റിലേക്ക് കൊണ്ടുവരും. 3, സെൻസോറിയൽസ് ആണ്. സെൻസോറിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്ലിപ്പെടുത്തുക എന്ന് പറയില്ലേ, ഇക്ലിപ്പെടുത്തുന്ന കണ്ടന്റിനെ എങ്ങനെ മാർക്കറ്റിലേക്ക് പിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഷെയർഡ് ബൈ അതേഴ്സ് ആണ്. ഈ ഷെയർഡ് ബൈ അതേഴ്സ് എന്നുള്ളത് ക്രിട്ടിക്കലായ ഒരു എലമെന്റായി മാറും. അതായത് പണ്ട് നിങ്ങൾ ചെയ്തിരുന്നത് ബ്രാൻഡിന്റെ ഗൈഡ് ലൈൻ വെച്ചുണ്ടാക്കുന്ന കോണ്ടന്റുകളായിരുന്നു നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ കോണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഒരു മേജർ റീസൺ ഷെയർഡ് ബൈ അതേഴ്സ് ആയി മാറി. ഇത് ആക്ച്വലി കോണ്ടന്റിൽ വലിയ ഷിഫ്റ്റ് ആണ്. ബ്രാൻഡ് കോണ്ടന്റ് എന്ന് പറയുന്ന സാധനം, അതായത് നമ്മുടെ ഈ അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന സാധനം ഇല്ലാതാവുകയും ബാക്കിയുള്ളവർ ഷെയർ ചെയ്ത ഒരു കോണ്ടന്റിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇത് 5ാമത്തെ പോയിന്റ് യങ് സ്പിരിറ്റഡ് എന്നാണ്
നമ്മൾ ഈ പറയുന്ന ജെൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് കോണ്ടന്റ് ഉണ്ടാകും. അതിന്റെ ഒരു റീസൺ എന്താ വെച്ചാൽ ഡിസിഷൻ മേക്കേഴ്സ് ഏത് സെഗ്മെന്റിലും ഇപ്പൊ ഒരു ബ്രൈഡലില് ഡിസിഷൻ മേക്കേഴ്സിന്റെ 40% ജെൻസിയിലെ കൺവേർട്ട് ചെയ്യുന്നു. ഡിസിഷൻ മേക്കേഴ്സ് പാരന്റ് ആയിരുന്ന ബിസിനസ് നിന്ന് കുട്ടികൾ ഡിസിഷൻ എടുക്കുന്ന ഫോർമാറ്റിലേക്ക് ജ്വല്ലറിയുടെ ടോട്ടൽ ബിസിനസ് കൺവേർട്ട് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തോന്നും ഒരു B2C B2B ബ്രാൻഡ്, ഒരു B2B ബ്രാൻഡ് എങ്ങനെ ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? യു കാൻ യൂസ് എ കോർപ്പറേറ്റ് ലാംഗ്വേജ്. I'm talking about a brand like Salesforce. So ഈ ഒരു ട്രാൻസിഷൻ ആണ് സത്യത്തിൽ ഈ സാസി മോഡലിൽ യൂണിലിവർ പറയുമ്പോൾ നമ്മൾ കേൾക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ 1 കോടി കൊടുത്തിട്ട് അഡ്വർടൈസിംഗ് ഉണ്ടാക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് എന്തല്ല, പ്രാക്ടിക്കലി ബുദ്ധിയല്ല. അപ്പൊ അത് ഈ ഒരു ചേഞ്ച് ആണ് നമ്മൾ മാർക്കറ്റിംഗിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടി വരുന്നത്. അപ്പൊ ഇതില് ഈ യൂണിലിവറിന്റെ പരസ്യത്തിൽ അവർ പറഞ്ഞിട്ടില്ല, അവരുടെ ഒരു സ്റ്റാൻഡിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം 7x ഇൻക്രീസ് ഇൻ കണ്ടന്റ് പ്രൊഡക്ഷൻ ആണ്. ഒരു കഴിഞ്ഞ വർഷം വരെ അവരുണ്ടാക്കിയതിന്റെ 7 ഇരട്ടി കോണ്ടന്റ് അവര് ക്രിയേറ്റ് ചെയ്യും. സോ ദിസ് ഇസ് എ വെരി ബിഗ് ഷിഫ്റ്റ്. നിങ്ങൾ ഇന്നലെ വരെ ഉണ്ടാക്കിയിരുന്ന കോണ്ടന്റിന്റെ 7 ഇരട്ടി കോണ്ടന്റ് നിങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ഈ 7 ഇരട്ടി കോണ്ടന്റ് ഉണ്ടാക്കാൻ ആകെ ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമാണ്? സ്പീഡ് കൂട്ടുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആക്ച്വലി മാർക്കറ്റിംഗില് കോണ്ടന്റ് പ്രൊഡക്ഷന്റെ ടൈം കുറയ്ക്കാൻ ഇവരെന്ത് ചെയ്യുന്നു? പ്രാക്ടിക്കലി ചിന്തിക്കാൻ പറ്റും. സോ ഇതാണ് നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച്. ഇപ്പൊ ഇവിടെ തന്നെയുള്ള നിങ്ങൾ കാണുന്ന നിങ്ങളുടെ കോമ്പറ്റീറ്റർ ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടന്റിന്റെ മോഡിലേക്ക് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതിലൊരിക്കലും നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്റ്റേണൽ ഏജൻസി വെച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വൺ ഓഫ് മൈ പോയിന്റ്സ് ചെയ്യാം. അവിടെയാണ് ഏജൻസികൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പോയിന്റ്. ഇപ്പൊ ഞാൻ പുറത്തിരുന്നിട്ട് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള 7 ഇരട്ടി കോണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ വേഗതയിലേക്ക് എക്സ്റ്റേണൽ ഏജൻസിക്ക് എത്താൻ പറ്റില്ല. That is the one challenge that you should be looking at when you're hiring an agency. ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ എടുക്കുന്നതിന്റെ ആകെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് 4 days ആണ്. ഈ 4 day ലൈഫ് സൈക്കിളിലുള്ള കോണ്ടന്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. പണ്ട് ഞാൻ പറഞ്ഞ ഇപ്പൊ ഞാൻ റെഡിമിക്സിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുമ്പോൾ 6 മാസം ഒറ്റ ക്യാമ്പയിൻ ചെയ്താൽ മതി. ഈ ക്യാമ്പയിന്റെ എക്സെപ്ഷൻ ആണ് ഞാൻ നെക്സ്റ്റ് 6 മാസം ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നത് 4 days വേണ്ടിയിട്ടാണ്. 4 days വേണ്ടി ചെയ്യാൻ പറ്റുന്ന ക്യാമ്പയിൻ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുക 30 minutes ആണ്. ആൻഡ് 30 minutes നിങ്ങൾ ഹുക്കുള്ള, നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു കോണ്ടന്റ് വാട്ട് എവർ ഇറ്റ് ഈസ് യു ഹാവ് ടു പ്രൊഡ്യൂസ്. സോ ദിസ് ഷിഫ്റ്റ് ഈസ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഈ റാപ്പിഡ് പ്രൊഡക്ഷൻ എങ്ങനെ പ്രാക്ടിക്കലാണ്. ഇതാണ് ശരിക്കും പറഞ്ഞത് ഈ റാപ്പിഡ് പ്രൊഡക്ഷൻ ആണ് ഇന്ത്യയുള്ള ഫോക്കസ്. നെക്സ്റ്റ് 5 years ഐ ആം ടെല്ലിംഗ് യു, ഈ റാപ്പിഡ് പ്രൊഡക്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ any business you are, you will be in trouble. Because that's the kind of content number is going to be produced in this market. ഇത് നിങ്ങൾ 100 assets in just 3 days. നിങ്ങൾ 3 ദിവസത്തിൽ ഒരു ബ്രാൻഡിന് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്ന 100 assets ആണ്. യൂഷ്വലി ഇതൊരിക്കലും ഇപ്പൊ നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയയുടെ അഡാപ്റ്റേഷൻ, നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ ഉണ്ടെന്ന് നോക്കുക, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താൽ ഉണ്ടാക്കേണ്ടി വരുന്നത് 7 അഡാപ്റ്റേഷൻ ആണ്. ഏറ്റവും ചുരുങ്ങിയത് every single piece is going to be adapted for 7 particular media. അപ്പോൾ ഈ ചലഞ്ചിനെ നിങ്ങൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? This is the most important point that you will be looking at in marketing in the next 1 year. നേരെ എന്നോട് സമയം പറയാം. So you look at this particular table, you understand what is the difference between ഈ ഓൾഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അപ്പൂപ്പന്റെ കാലത്തോളമല്ല കേട്ടോ. ഈ ഓൾഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഞാനൊക്കെ തുടങ്ങിയ കാലത്തെയാണ് ഞാൻ ഈ ഓൾഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു 2015 വരെ ഉണ്ടായിരുന്ന മോഡലിൽ നിന്നാണ് ഈ ലാസ്റ്റ് 10 years ഈ ന്യൂ മാർക്കറ്റിംഗിലേക്ക് മാറുന്നത്. ജസ്റ്റ് 10 years the shift is very clear. വരാൻ പോകുന്ന വെച്ചാൽ നെക്സ്റ്റ് 2 years ഈ ഷിഫ്റ്റ് പൂർണ്ണമാവും. ഓക്കെ, അപ്പൊ പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യില്ല, ഒന്നും വർക്ക് ചെയ്യില്ല. നിങ്ങൾ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഒരു സാധനം അടുത്ത 2 years വർക്ക് ചെയ്യണം. ദിസ് ഈസ് സംതിങ് ദാറ്റ് യു ഷുഡ് ബി അവെയർ ഓഫ്. ഈ ക്യാമ്പയിൻസ് കോൺവെർസേഷൻസ് ആയി മാറി. പണ്ട് നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് അവിടെയാണ് നിങ്ങളുടെ പോഡ്കാസ്റ്റുകൾ വർക്ക് ചെയ്യുന്നത്. ക്യാമ്പയിൻസ് ഒക്കെ ലാസ്റ്റ് ഒരു 2 years കോൺവെർസേഷൻസ് ആയി മാറി. ഇപ്പൊ നിങ്ങൾ വൈറലായി കാണുന്നത് ക്യാമ്പയിൻ അല്ല, യു ആർ സീയിങ് ആൻ ഇന്റർവ്യൂ വിത്ത് ദ ഫൗണ്ടർ ഓഫ് ദ കമ്പനി. ഈ ഷിഫ്റ്റിന്റെ കാരണം ഈ ക്യാമ്പയിൻസ് കോൺവെർസേഷൻ ആക്കി ഓഡിയൻസ് കമ്മ്യൂണിറ്റി ആയി മാറി. പണ്ട് നിങ്ങൾ ഒരു ഓഡിയൻസിനെ അപ്പുറത്തിരുത്തുന്നു, നിങ്ങൾ ആ കോണ്ടന്റ് അയാൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അയാൾ അത് ലിസൺ ചെയ്തുകൊണ്ട് നിങ്ങളെ നോക്കിയിരിക്കുന്നു.
ഇപ്പോഴത്തെ പാർട്ടിസിപ്പേറ്ററി കോണ്ടന്റ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അവർ റിയാക്ട് ചെയ്യാത്ത ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് വാല്യൂ പ്രൊപ്പോസിഷൻ ബിൽഡ് ചെയ്യില്ല. ആഡ്സ് കോണ്ടന്റായി മാറി. ഒരാട് വർക്ക് ചെയ്യാൻ വന്നപ്പോൾ അതൊക്കെ കോണ്ടന്റുകളായി മാറി. അപ്പൊ നിങ്ങൾ ആഡ് ചിന്തിക്കരുത്. യു ഹാവ് ടു തിങ്ക് ലൈക്ക് എ മീഡിയ ഫോം. യു ഡോണ്ട് ഹാവ് എനി അതർ ചോയ്സ് അതർ ദാൻ തിങ്കിങ് ദാറ്റ് യു ആർ എ മീഡിയ ഫോം. എങ്ങനെയാണ് ഒരു മീഡിയ ഫോം വർക്ക് ചെയ്യുക? ഇപ്പൊ റിപ്പോർട്ടർ TV ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അവരെന്തൊക്കെ സെൻസേഷനലിസം ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ചാനലുകൾക്ക് സെൻസേഷനലിസം ഉണ്ടാക്കേണ്ടി വരുന്നത്? അവരെന്തിനാ കരയേണ്ടി വരുന്നത്? ഒരുപക്ഷെ ട്രഡീഷണൽ ജേർണലിസത്തിൽ ഒരു വാർത്താ അവതാരകയെ ഡാൻസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ ഇലക്ഷൻ സമയത്ത് സ്മൃതി പരുത്തിക്കാട് ഡാൻസ് ചെയ്യേണ്ടി വരുന്നത് ഈ വൈറാലിറ്റി ആസ്പെക്റ്റിലാണ്. അവര് നല്ല ജേർണലിസ്റ്റ് അല്ലാഞ്ഞിട്ടോ അവർക്ക് നല്ല കോണ്ടന്റ് പറയാൻ അറിയാഞ്ഞിട്ടോ അല്ല. ഡോക്ടർ അരുൺ മാധ്യമത്തിൽ വർക്ക് ചെയ്തിരുന്ന കാലത്ത് മീഡിയ വണ്ട തുടക്കകാലത്ത് സംവാദം എന്നൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഡോക്ടർ അരുണിന്റെ സ്പീച്ച് എടുത്തിട്ട് നിങ്ങൾ ഇന്ന് 24 വന്നതിന് ശേഷം ഡോക്ടർ അരുണുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ആക്ച്വലി ഡോക്ടർ അരുണല്ല പ്രശ്നം. ഈ മീഡിയ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകളും ട്രാൻസ്ഫോം ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഡോക്ടർ അരുൺ ഷുഡ് ചേഞ്ച് സ്റ്റൈൽ. പുള്ളി ആദ്യം വായിച്ചിരുന്നത് എന്താണ്? വാർത്തയാണ്. ഇപ്പൊ വാർത്ത എന്റർടൈൻമെന്റ് മാത്രമാണ്. ഇത് നമ്മുടെ കുഴപ്പമാണ്. ദിസ് എ പ്രോബ്ലം ഓഫ് ദ ഓഡിയൻസ്. ഇതേപോലെ തന്നെയാണ് റീച്ച്. നിങ്ങൾ 3 മില്യൺ റീച്ച് 5 മില്യൺ റീച്ച് എന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ് ഐ നോ. ഇനി റീച്ചോട് യാതൊരു കാര്യമില്ല. റീച്ച് നിങ്ങൾക്ക് 10 മില്യൺ ഉണ്ടായാലും യാതൊരു തരത്തിലുള്ള ഇമ്പാക്ട് നിങ്ങൾക്ക് ഓഡിയൻസിൽ ഉണ്ടാവില്ല ഇഫ് യു ആർ നോട്ട് റെലവന്റ്. അപ്പൊ ഈ റീച്ച് നിന്ന് റെലവൻസിലേക്ക് മാറി. നിങ്ങൾ റീച്ച് നോക്കിയിട്ട് ഒരു വീഡിയോ 300 വ്യൂ കിട്ടുന്നതും 300 മില്യൺ വ്യൂ കിട്ടുന്നതും നോക്കിയിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. ബിക്കോസ് നിങ്ങൾ നിൽക്കുന്നത് ഭയങ്കര കണ്ടന്റ് എക്സ്പ്ലോഷനിലാണ്. സോ ഹൗ ഡു യു ക്രിയേറ്റ് റെലവൻസ്? ഈ ഇടക്കാലത്ത് നിങ്ങളോട് ഇപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറയുന്നത് ഡേറ്റ ട്രാക്കിംഗ് ആണ്, ഈ പേഴ്സണലൈസേഷൻ ഓഫ് ദ കോണ്ടന്റ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. ആ സാധനം മെല്ലെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇറ്റ് ഈസ് ബിക്കമിങ് ട്രസ്റ്റ് ബിൽഡിംഗ്. സോ ഈ ഒരു സാധനം വളരെ ക്ലിയർ ആയിട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഡേറ്റ ട്രാക്കിംഗ് ഇറ്റ് ഈസ് ഗോയിങ് ടു ട്രസ്റ്റ് ബിൽഡിംഗ്. സോ ഹൗ ഡു യു ക്രിയേറ്റ് ട്രസ്റ്റ്? നിങ്ങൾ ഡേറ്റ നോക്കിയിട്ട് യാതൊരു തരത്തിലുള്ള കാര്യമില്ലാത്ത സിറ്റുവേഷനിലേക്ക് നെക്സ്റ്റ് ഒരു 3 ഇയേഴ്സിൽ വരും. ബിക്കോസ് പീപ്പിൾ ആർ മോർ അവെയർ ഓഫ് ദ എന്താ പറയുക, അവരുടെ ഒരു സ്വഭാവത്തിൽ അവരത് ക്ലിയർ ആയിട്ട് റിയലൈസ് ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഇസ് ദ ന്യൂ മാർക്കറ്റിംഗ് ആൻഡ് ദിസ് ഇസ് ദ ഓൾഡ് മാർക്കറ്റ്. So if you are talking about audience, you are wrong. Create your own community. അപ്പൊ ഇതിൽ ഈ ഒരു ചേഞ്ച് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഞാൻ ക്വിക്ലി പറഞ്ഞു പോകുന്നത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞു പോകുന്ന കാര്യങ്ങളുടെയൊക്കെ എക്സാമ്പിൾ നിങ്ങളുടെ നെക്സ്റ്റ് ഗസ്റ്റ് ആളുകൾ ലൈഫിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി when they come in, we will ask this question, how do they do it? Okay, that is why the guests are important today. ഇപ്പൊ നിങ്ങൾ സീറോ ക്ലിക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലേക്ക് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യില്ല. വെബ്സൈറ്റിലേക്ക് ആളെ കൊണ്ടുവന്നിട്ട് നമ്മൾ പണ്ട് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്ക് ആളെ കൊണ്ടുവരുന്നു, ബൗൺസ് റേറ്റ് കുറയ്ക്കുന്നു. ഈ ബൗൺസ് റേറ്റ് കുറച്ചിട്ട് അവിടെ നമ്മൾ അവരെ എൻഗേജ് ചെയ്യുന്നു എന്നുള്ള ഫോർമാറ്റ് മാറിയിട്ട് ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ സോഷ്യൽ മീഡിയ. നിങ്ങൾ അവിടെയാണ് സോഷ്യൽ കോമേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത്. അവർ അതിനുള്ളിൽ തന്നെ പർച്ചേസ് ചെയ്തു. അവരൊരിക്കലും നിങ്ങളുടെ ഓൺ മീഡിയയിലേക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. ഒരു ക്ലിക്ക് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് ഒരു കസ്റ്റമർ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കൊണ്ടുവരാനുള്ള സാധ്യത കുറയും. സോ ദിസ് ഈസ് വൺ ക്രിട്ടിക്കൽ ട്രാൻസിഷൻ ഇൻ മാർക്കറ്റിംഗ്. അപ്പൊ ഇതിൽ നിങ്ങൾ ഈ നെറ്റ്ഫ്ലിക്സിന്റെ ഒക്കെ ഇപ്പൊ നിങ്ങൾ ഈ സൊമാറ്റോ നെറ്റ്ഫ്ലിക്സിന്റെ ഒക്കെ സോഷ്യൽ മീഡിയ പേജ് നോക്കിയാൽ മതി. ഇപ്പൊ ഇത് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സിന്റെ ഒരു തമാശ പറഞ്ഞൊരു പരസ്യമാണ്. ഏതോ ഒരാള് എന്താ പറയുക, വിനോദ് എന്ന് പറഞ്ഞ ഒരാള് ഈ നെറ്റ്ഫ്ലിക്സിനെ എന്തോ കാര്യത്തിന് അപ്രീഷിയേറ്റ് ചെയ്തൊരു പോസ്റ്റ് ഇടുന്നു. അപ്പൊ അയാളെ ടാഗ് ചെയ്തുകൊണ്ട് ഇവർ പറയാണ്, ഇൻ അഡീഷൻ ടു ദ അപ്രീഷിയേഷൻ ഫോർ വിനോദ്, ലെറ്റ് us not forget another hero, Arman, who has commented this on every tweet of ours for the last year. കഴിഞ്ഞ ഒരു വർഷം ഇവരുടെ എല്ലാ ട്വീറ്റിലും കമന്റ് ചെയ്തൊരു മനുഷ്യൻ എന്ത് ചെയ്യാണ്? നെറ്റ്ഫ്ലിക്സ് അപ്രീഷിയേറ്റ് ചെയ്യണം. ഈ നെറ്റ്ഫ്ലിക്സ് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ ടിൻഡറും പേടിഎമ്മും കമന്റ് ചെയ്യുന്നു. അപ്പൊ ടിൻഡർ പറഞ്ഞു, യെസ് വിനോദ് ഈസ് ഓൺ ടിൻഡർ ഓൾസോ. ഈ ഒരു കോൺവെർസേഷൻ ലെവലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇതാണ് സത്യത്തിൽ വി.ഡി. സതീശൻ പിണറായി വിജയനെ സോഷ്യൽ മീഡിയയിൽ സംവാദത്തിന് വെല്ലുവിളിക്കുന്നത്. ഇല്ലെങ്കിൽ പത്രത്തിൽ TV-യിൽ ഇരുന്ന് വെല്ലുവിളിച്ചാലും മതി. ഇതേ കാര്യം പുള്ളിക്ക് ഒരു പ്രശ്നമില്ല പറഞ്ഞൂടെ. ഈ സോഷ്യൽ മീഡിയ സംവാദത്തിന്റെ കോൺസെപ്റ്റ് ഇതാണ്. ഇത് കമ്പനികൾ വളരെ നൈസായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചിട്ട് ഈ ട്രംപ് ഇലക്ഷനിൽ ജയിക്കുന്ന ഇലക്ഷനിൽ ട്രംപ് ചെയ്തതെന്ന് വെച്ചാൽ ലോകത്ത് അറിയപ്പെടുന്ന എല്ലാവരെയും വളരെ കൃത്യമായിട്ട് നെഗറ്റീവ് കമന്റ് അടിച്ചു. ഓട്ടോമാറ്റിക്കലി കമന്റ് തിരിച്ചു വരും. പിന്നെ അത് ഹേറ്റേഴ്സ് വേഴ്സസ് ഫാൻസിന്റെ ഒരു കോമ്പറ്റീഷൻ ആവും. ഇത് ത്രെഡ് ക്രിയേറ്റ് ചെയ്യും. സോ യു ലുക്ക് അറ്റ് ത്രെഡ്. നിങ്ങളുടെ ഒരു കമന്റിന്റെ കീഴിൽ എത്ര ത്രെഡ് വരുന്നുണ്ടെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ത്രെഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യാറ്.
So you look at threat and you converse with your audience. അത് കോമ്പറ്റീറ്റർ ആവും ആരും ആവാം. So you have to look at ഒരു പ്ലാറ്റ്ഫോമിന് ഉള്ളിൽ നിന്ന് മാത്രം ജീവിക്കാൻ പഠിക്കണം. You don't want to give links anymore. നിങ്ങളുടെ ലിങ്ക്സ്, അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തുകൊണ്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന ചോദ്യത്തിൽ എൻ്റെ ആൻസർ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുക്കുന്ന ബയോ പോകണം, അതെങ്ങനെ പോവാന്നുള്ളത് ഇപ്പോഴും നമുക്ക് ഓർക്കാൻ പറ്റില്ല. സോ when you think of a content, you ensure that it is happening within the platform. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് അതിനുള്ളിൽ നടക്കണം. ഈ കമ്മ്യൂണിറ്റി ഓഡിയൻസ് ആയി മാറി. ഓക്കെ, this is a very critical point. കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഓഡിയൻസ് ആയി. നമ്മൾ പണ്ട് ഫോളോവേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളെ ഈ ഫോളോവേഴ്സ് എത്രത്തോളം റെലവെന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഒരു കാലത്ത് ഇപ്പൊ ഞാനൊരു 2013 ലുലു ലോഞ്ച് ചെയ്തു. ഇഫ് ഐ എം റൈറ്റ് 2012-13 അന്ന് ലുലുവിന്റെ ഫോളോവേഴ്സ് ഒരു നമ്പർ 1 ഇൻ കേരള. അത്രയും ഫോളോവേഴ്സ് അവർ ഇൻക്രീസ് ചെയ്തു. അക്കാലത്ത് ഒരു ഫോളോവർ വന്നാൽ 100% കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 0.008% ആണ്. നിങ്ങൾ ഒരാളെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ കോണ്ടാക്റ്റിലേക്ക് ഡെലിവറി ചെയ്യാനുള്ള സാധ്യത 0.00%. അവരുടെ റെലവൻസിന് മാത്രമേ അവർ കോണ്ടാക്ട് ഡെലിവറി ചെയ്യുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഫോളോവേഴ്സിന് ഇൻക്രീസ് ചെയ്യാൻ നോക്കുന്നതിൽ യാതൊരു കാര്യമില്ല. നമുക്ക് വെറുതെ നമ്പർ പറയാം. നിങ്ങൾ എത്ര ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും നിങ്ങളുടെ കോണ്ടാക്ട് റെലവന്റ് അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള എൻഗേജ്മെന്റ് ഉണ്ടാവില്ല. സോ ഇവിടെ നിങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ട്രൈബ്സിനെ ബിൽഡ് ചെയ്യണം. ഈ ഫോളോവേഴ്സിനെ മാറ്റിയിട്ട് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന ഓഡിയൻസിനെ ബിൽഡ് ചെയ്യണം. അപ്പൊ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ വാട്സാപ്പിന്റെ ഒക്കെ ചാനലുകളൊക്കെ റെലവന്റ് ആയി മാറുന്നത്. വളരെ ചെറിയ കമ്മ്യൂണിറ്റി ആയിരിക്കും, ചിലപ്പോൾ 500 പേരുള്ള ഒരു ഓഡിയൻസ് ആയിരിക്കും. But that is more relevant than your social media 1 lakh followers. അപ്പൊ ഈ കമ്മ്യൂണിറ്റി ടു ഓഡിയൻസ് നിങ്ങളുടെ എങ്ങനെ ബിസിനസ്സിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ക്യാമ്പയിൻസ് പണ്ട് ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇപ്പം ക്യാമ്പയിൻസ് ഒരു ഹോർഡിംഗ് വെക്കുന്നു, ആ ക്യാമ്പയിൻസ് അവിടെ വെച്ചിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുന്നു. ഇതായിരുന്നു ക്യാമ്പയിൻസ് എന്ന് പറയുന്ന മാർക്കറ്റിംഗിന്റെ മെത്തേഡിന്റെ ഒരു മോഡൽ. ഡോണ്ട് ഡു ഇറ്റ് എനിമോർ. ദിസ് ഇസ് വെരി ക്രിട്ടിക്കൽ. നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഒരിക്കലും അത് വളരെ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്ത ആളുകൾ വരുന്നുണ്ട്, അവരോട് നമുക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ ക്യാമ്പയിൻസ് ചെയ്യുമ്പോൾ അത് ആളുകൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് വൈറലാക്കാൻ പറ്റുമെന്ന് നോക്കുക. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇത് വളരെ പ്രസിദ്ധമായ ഒരു ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിൻ ഇത്രയേ ഉള്ളൂ. ഇതൊരു റേസ് ട്രാക്ക് ഉണ്ടാക്കി. ആ റേസ് ട്രാക്കിൽ ഹോട്ട് ഡോഗുകൾ ഉണ്ടല്ലോ, ഹോട്ട് ഡോഗുകൾ കോമ്പറ്റീഷൻ നടത്തുന്നു. അതൊരു വണ്ടിയാക്കി ആ ഒരു ഹോട്ട് ഡോഗ്സ് റേസ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു. ഈ റേസ് കാണാൻ വന്നത് 80,000 പേരാണ്. ഫസ്റ്റ് ഇയറിൽ ഈ റേസ് കാണാൻ വന്നത് 80,000 ആളുകളാണ്. എന്ന് മാത്രമല്ല, ഒറ്റ പ്രാവശ്യം നടത്താനിരുന്ന ഇവന്റ് നൗ ബിക്കം ആനുവൽ ഇവന്റ് ഓഫ് ദ ബ്രാൻഡ്. ഇതിൽ ചെയ്തെന്താ വെച്ചാൽ 6 മാസം പ്രൊമോട്ട് ചെയ്യാം ഈ ഇവന്റ്. ഈ 6 മാസം ഈ ഇവന്റ് ഇവർ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ലോക്കൽ ആയിട്ടുള്ള ഹോട്ട് ഡോഗ്സിനെ എന്ത് ചെയ്തു, അതിനെ ബ്രാൻഡ് ചെയ്തു. ഓരോരോ ലോക്കൽ ഹോട്ട് ഡോഗ്സ്, ഓരോ സ്ഥലത്തും അമേരിക്കയിലെ ഓരോ സ്ഥലത്തും ഓരോ തരം ഹോട്ട് ഡോഗ്സ് ഉണ്ട്. അതിനെ ഓരോ വണ്ടിയാക്കി. എന്നിട്ട് ഈ വണ്ടികൾ തമ്മിൽ കോമ്പറ്റീഷൻ നടത്തി. ഇത് കഴിഞ്ഞ വർഷം 2025 ഏറ്റവും കൂടുതൽ വൈറലായ ക്യാമ്പയിനാണ്. ഇതിനകത്ത് ക്രിയേറ്റീവ് ഇല്ല, ഇതിനകത്ത് പരസ്യവാചകമില്ല, പക്ഷേ ഇറ്റ് എൻഗേജസ് വിത്ത് യുവർ ഓഡിയൻസ്. നിങ്ങൾക്കൊരു ക്യാമ്പയിൻ ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സാധനമാണ് ഒരു ആക്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യുക. ആ ആക്ടിവേഷനെ വൈറലാക്കാവുന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് പ്ലഗ് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് ഹൗ യു ഷുഡ് സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് യുവർ ക്യാമ്പയിൻ. നെക്സ്റ്റ് മന്തിൽ നിങ്ങൾ നിങ്ങളുടെ സെയിൽസ് ക്യാമ്പയിൻ നടത്താൻ പോകുമ്പോൾ യു ഷുഡ് തിങ്ക് അബൌട്ട് ഹൗ ടു മേക്ക് ദിസ് ഓർഗാനിക് വൈറാലിറ്റി ത്രൂ ആക്ടിവേഷൻ. ഇത് വളരെ ക്രിട്ടിക്കലായ ഒരു ആസ്പെക്റ്റ് ആണ്. നിങ്ങൾ മുമ്പ് സെലിബ്രിറ്റികളെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യലുണ്ട്. നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ള ആളെ നോക്കും. ബട്ട് ഞാനിപ്പോൾ പറയാ, യു ഷുഡ് ഗോ ടു ദ ക്രിയേറ്റേഴ്സ്. വളരെ ചെറിയ ലെവലിൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും. ഈ ക്രിയേറ്റേഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ ബുദ്ധിയെ നിങ്ങൾ ഉപയോഗിക്കുക, നിങ്ങളുടെ ബ്രാൻഡിനെ അവർക്ക് എൻഡോസ് ചെയ്യാൻ നോക്കുക. ആൻഡ് യു ഇൻക്രീസ് യുവർ നമ്പേഴ്സ്. അപ്പൊ നിങ്ങൾ പണ്ട് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് യു ഷുഡ് തിങ്ക് അബൌട്ട് ക്രിയേറ്റേഴ്സ് ഹു ക്യാൻ ബിൽഡ് ഓർഗാനിക് ജെന്യുവൻ കോണ്ടന്റ് ഫോർ യുവർ ബ്രാൻഡ്. നിങ്ങൾക്ക് പറയേണ്ട മെസ്സേജ് കൃത്യമായി പറയാൻ പറ്റുന്ന നിഷ് ക്രിയേറ്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക. സോ ദിസ് ഇസ് എ ഷിഫ്റ്റ് ദാറ്റ് ഇസ് ഹാപ്പനിങ്. പക്ഷേ ഇത് കേരളത്തിലൊക്കെ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഇൻ അത്. പക്ഷേ ഇത് പലരും അറിയാതെയാണ് ചെയ്യുന്നത്. അറിയാതെ ചെയ്യുന്ന ബ്രാൻഡിന്റെ മൈലേജ് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നുണ്ട്.
ആൻഡ് ഇതിൽ വേറൊരു കാര്യം വെച്ചാൽ നിങ്ങൾ ഈ ഇടക്കാലത്ത് നമ്മൾ കുക്കീസ് അക്സെപ്റ്റ് ചെയ്യുക, ഡാറ്റ ഇവർ പുള്ളി ചെയ്യുന്നു, അവർ നിങ്ങളുടെ എന്താ പറയുക ബിഹേവിയറൽ പാറ്റേൺ അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് അതിനെതിരെ എന്ത് ചെയ്യുന്നു, പരസ്യപ്പെടുന്നു. ഈ ഒരു മോഡലിലായിരുന്നു പരസ്യങ്ങൾക്ക് ഒരു 1994 ആദ്യത്തെ ഡിജിറ്റൽ പരസ്യം വരുന്നത്. ഈ 30 ഇയേഴ്സിൽ ഒരു ഭൂരിഭാഗം സമയത്ത് നടന്നുകൊണ്ടിരുന്നത് ഈ ഒരു പ്രോസസ്സാണ്. നൗ ദിസ് ഓൾസോ എൻഡ്സ്. ആളുകൾ ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് ചെയ്യാനുള്ള സാധ്യത കുറയും. ഇറ്റ് ബിക്കംസ് മോർ ട്രസ്റ്റ് ഡ്രിവൺ. സോ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാവുന്ന തരത്തിലുള്ള കോണ്ടന്റുകളും അതിനനുസരിച്ചുള്ള കമ്മ്യൂണിറ്റി ആക്ടിവിറ്റിയും വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇത് B2B ബിസിനസ്സിൽ ഇപ്പൊ സെയിൽസ് ഫോഴ്സ് പോലൊരു ബ്രാൻഡ്, ഓക്കെ, യൂഷ്വലി B2B ബ്രാൻഡുകൾ ഭയങ്കര ബോറൻ ബ്രാൻഡുകളാണ്. ഓക്കെ, അവരൊരു പ്രൊഡക്റ്റ് വിൽക്കുന്നു, അവരൊരു എന്റർപ്രൈസ് പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ വളരെ ക്ലിയർ ആയിട്ട് അവരുടെ പ്രൊഡക്റ്റിന്റെ USP പറയുന്ന ഒരു ഫോർമാറ്റിലാണ് ഇത്രയും കാലം നിന്നിരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വേർ ഈവൻ എ ബ്രാൻഡ് ലൈക്ക് സെയിൽസ്ഫോഴ്സ് ഇസ് മൂവിംഗ് ടു ദ സ്റ്റോറി ഓഫ് സെയിൽസ്, എ ഫിലിം അബൌട്ട് ദ സെയിൽസ് പേഴ്സൺ ഇൻ ഓൾ ഓഫ് us. സോ ഇങ്ങനെ അവർ കോമിക് വീഡിയോകൾ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ സെയിൽസ്ഫോഴ്സ് കോമിക് വീഡിയോ ഭയങ്കര കോമഡി ആയിട്ട് തോന്നും. നമ്മുടെയൊക്കെ നമ്മളിപ്പോൾ B2B ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഞാൻ ആകെ 10 പേരെ കാണിക്കാനുള്ളൂ. Okay, so we will see some very interesting example when we see Paulo's speech. Actually, we are seeing a very good example. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ എൻട്രി ചെയ്യുന്നില്ല. She is focusing primarily on this. This is called account-based marketing. ഒറ്റൊരാളെ ടാർഗറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യുമോ? That's also possible. നിങ്ങൾക്ക് വേണ്ട ഒരു കസ്റ്റമർ നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ട് ക്യാമ്പയിൻ നടത്തും, കോഡിംഗ് പോയി വെക്കും. She is giving an interesting example of the same, so I'm not going to that. But you understand, this shift is happening even in B2B industry. ഈ ക്രിയേറ്റീവ് ലെവലിൽ കോണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹാപ്പനിങ് B2B ഓൾസോ. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ പോയിന്റുകൾ ഐ എം ആക്ച്വലി ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് പോയതാണ്. ഈ കോണ്ടന്റിൽ ഉണ്ടാവുന്ന ഈ ചേഞ്ച്, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പേസിൽ ഉണ്ടാവുന്ന ഈ ചേഞ്ച് നമുക്ക് ഇനിയുള്ള അടുത്തൊരു 1 മണിക്കൂറിൽ കണ്ടറിയാം. അത് ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചറിയാം. ഇവിടെ ഓരോ ഗസ്റ്റ് സ്പീക്കർ വരുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരിത് ഈ പറയുന്ന ഓരോ ഷിഫ്റ്റും ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ ചെയ്തിട്ടുള്ള ആളുകളാണ്. ദാറ്റ് ഈസ് വൈ വി ആർ മോഡറേറ്റിംഗ് ദിസ് ഇവന്റ് ഇൻ ദിസ് ഫോർമാറ്റ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ഡൗട്ട് തോന്നുന്ന ഏരിയാസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ വളരെ ക്വിക്ക്ലിയാണ് പറഞ്ഞു പോയത്. ഒരു എൻ്റയർ ഡേ എടുക്കേണ്ട സബ്ജക്ട് ഐ വാസ് ജസ്റ്റ് ഗിവിംഗ് യു വൺ സിംഗിൾ ഷോ. അപ്പൊ ഇതിൽ എന്തെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്, നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കാം. സീറോ ക്ലിക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പരസ്യം കൊടുക്കും. പരസ്യം കൊടുത്ത് നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളുടെ സൈറ്റിലേക്ക് അവരെ കൊണ്ടുവരാൻ നോക്കും. കറക്റ്റ്. ഈ പരിപാടി ഒഴിവാക്കണം. ഈ പരിപാടി ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ പ്ലാറ്റ്ഫോമിന് ഉള്ളിൽ തന്നെ നിങ്ങൾ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ്. ബട്ട് സോഷ്യൽ ഷോപ്പിംഗ് ഇസ് എ ട്രാൻസിഷൻ. അവരുടെ നിങ്ങൾ DM-ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അവരെ ഇമീഡിയറ്റ്ലി DM കൊണ്ടുവരാൻ നോക്കുക. അവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് നമ്മളെ കൺവേർട്ട് ചെയ്യും. അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു ലാൻഡിംഗ് പേജിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നത്. അതില്ലാതെ നമ്മൾ അവരെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ബിക്കോസ് അതിന്റെ പ്രശ്നം വെച്ചാൽ ഇവരുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു. ഇവർ നിങ്ങളുടെ പേജിൽ എത്തുന്ന സമയത്തിന് ഇപ്പോൾ അവർ തിരിച്ചു വരും. അപ്പൊ ആ ഒരു സ്ട്രാറ്റജികൾ പൂർണ്ണമായിട്ട് കട്ട് ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. Any other question? അല്ല ചോദിച്ചത് നെഗറ്റീവ് മാർക്കറ്റിംഗ് നല്ലതാണ്. നെഗറ്റീവ് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ എല്ലാ കാലത്തും നിൽക്കുന്നുണ്ട്. ഓക്കെ, ഈ നെഗറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് നെഗറ്റീവ് മാർക്കറ്റിംഗിന്റെ ഒരു ഇമ്പാക്ട് ഇൻ സോഷ്യൽ ഏജ്? ഓക്കെ, ഈ ഏത് നെഗറ്റീവ് ക്യാമ്പയിനും 48 hours മുകളിൽ നെഗറ്റീവായിട്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ പഠനങ്ങൾ പറയുന്നത്. നിങ്ങളൊരു നെഗറ്റീവ് ക്യാമ്പയിൻ ചെയ്തു, നിങ്ങളിപ്പോൾ ഒരാളെ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തെളിവ് പറഞ്ഞ ഒരാളെ നിങ്ങൾ എടുത്തു നോക്കുക. ഒരു ലാസ്റ്റ് 3 months ഇവാലുവേറ്റ് ചെയ്ത് നോക്കിക്കോ. ഏറ്റവും കൂടുതൽ ആരെ തെളിവ് വിളിച്ചോ അയാൾ ഇന്ന് ഏറ്റവും പോപ്പുലർ ഫേസ് ആയിരിക്കും. അയാൾ എന്ത് കാരണം കൊണ്ട് തെളിവ് വിളിച്ചാലും ഇതിനകത്തൊരു സെന്റിമെന്റ്സ് പറയും. എന്നെ നിങ്ങൾ തെളിവ് വിളിച്ചു, എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അപ്പുറത്തിരിക്കുന്ന എൻ്റെ ഫാൻസ് നിങ്ങളെ തെളിവ് വിളിക്കും. അപ്പം നിങ്ങളുടെ ഫാൻസ് അവരെ തെളിവ് വിളിക്കും. സോ ഇറ്റ് ക്രിയേറ്റ്സ് ഷെയർ ഓഫ് വോയിസ്. ഇറ്റ്സ് റിയലി ക്രിയേറ്റ് ഷെയർ ഓഫ് വോയിസ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നെഗറ്റീവ് മാർക്കറ്റിംഗ് എവിടെ നിർത്തണം. ഈ നെഗറ്റീവ് മാർക്കറ്റിംഗ് ഇപ്പോൾ മാഗിക്കൊക്കെ പറ്റിയ പോലെ നെഗറ്റീവ് മാർക്കറ്റിംഗ് നമ്മൾ നെഗറ്റീവായി മാറുന്നത്, പ്രൊഡക്റ്റ് നെഗറ്റീവ് ആവരുത്. ദാറ്റ് ക്രിയേറ്റ്സ് മൗത്ത് ടു മൗത്ത്. പക്ഷെ അതർവൈസ് നിങ്ങൾക്ക് ഭയങ്കര കോർപ്പറേറ്റ് ലാംഗ്വേജിൽ തന്നെ സംസാരിക്കണം യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് യു ക്യാൻ യൂസ് എ വെരി കോൺവെർസേഷണൽ ലാംഗ്വേജ്, യു ക്യാൻ ടെൽ വെരി ഓപ്പൺലി. അപ്പൊ നെഗറ്റീവ് മാർക്കറ്റിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഒരാളെ അറ്റാക്ക് ചെയ്യുന്നതാണെങ്കിൽ there is no problem in attacking someone.
യു ക്യാൻ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീറ്ററെ വെല്ലുവിളിക്കാം ഓൺലൈനിൽ, ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ കോമ്പറ്റീറ്ററുമായിട്ട്. ബിക്കോസ് നിങ്ങളുടെ കോമ്പറ്റീറ്റർ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു ഓഡിയൻസ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ, ഞാൻ ഡെല്ലാണെങ്കിൽ ഞാൻ ലെനോവോനെ ടാഗ് ചെയ്തൊരു കോൺട്രവേഴ്ഷ്യൽ ചോദ്യം ചോദിച്ചാൽ അവരതിന് റിപ്ലൈ തരും. ഇറ്റ് ക്രിയേറ്റ്സ് യുവർ വൈറാലിറ്റി അല്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കോൺവെർസേഷൻ, ഈ സോഷ്യൽ മീഡിയ ഭയങ്കര കോൺവെർസേഷൻ പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാത്ത, ഞാൻ വളരെ കുറച്ചാൾ മാത്രമേ സോഷ്യൽ മീഡിയനെ കോൺവെർസേഷനായിട്ട് കണ്ടിട്ടുള്ളൂ. അതിനിപ്പോൾ ഞങ്ങൾക്ക് ബെസ്റ്റ് എക്സാമ്പിൾ കണ്ടത് വി ഡി സതീശൻ പിണറായി വിജയനെ വെല്ലുവിളിച്ചാണ്. വി ഡി സതീശൻ പിണറായി വിജയനെ സോഷ്യൽ മീഡിയ വെല്ലുവിളിക്കുന്നു. ഇതിന്റെ ഒരു ഇമ്പാക്ട് വരാൻ പോകുന്നത് ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ അല്ലേ സാധനം വർക്ക് ചെയ്യുന്നത്. ഇത് വന്നാൽ ഓട്ടോമാറ്റിക്കലി മീഡിയ വരും. ഓക്കെ, സോ യു തിങ്ക് ഫ്രം ലൈക്ക്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷെയർഡ് ബൈ അതേഴ്സ്. നിങ്ങളെ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുന്ന സാധനങ്ങളാണ് നിങ്ങൾ ആക്ടിവേഷനിൽ പ്ലാൻ ചെയ്യേണ്ടത്. നിങ്ങളെ ബാക്കിയുള്ളവർ വഴിയിലൂടെ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുന്ന കണ്ടന്റ് ഉണ്ടാവും. ഇത് അവർ ഷെയർ ചെയ്യുന്ന ഒരു റീസൺ വേണം. സോ ക്രിയേറ്റ് ദാറ്റ് റീസൺ, ബിൽഡ് ദാറ്റ് റീസൺ, എന്നിട്ട് അത് കറക്റ്റ് കാണേണ്ടവരുടെ മുന്നിൽ വെച്ചു കൊടുക്കണം. സോ ഈ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ടാർഗറ്റ് ചെയ്യുന്ന രണ്ട് മീഡിയയാണ്. നമ്മുടെ ഓൺഡ് മീഡിയ, നമ്മൾ സ്വയം ഹാൻഡിൽ ചെയ്യുന്ന ഫേസ്ബുക്ക് പേജ് പോലെയുള്ള നമ്മുടെ ഫേസ്ബുക്ക് പേജ്, നമ്മുടെ ട്വിറ്റർ. രണ്ടാമത്തെ മീഡിയ പെയ്ഡ് ചാനൽസ് ആണ്. പെയ്ഡ് ചാനൽ എന്ന് പറഞ്ഞാൽ ഈ പെയ്ഡ് പ്രൊമോഷൻ, ഗ്രോത്ത് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്ന എന്താ പറയുക, പെർഫോമൻസ് മാർക്കറ്റിംഗ് ഉള്ള സാധനം. സോ ഇതിൽ ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള സൈഡ് ഏൺഡ് മീഡിയ ആണ്. ഏൺഡ് മീഡിയ ഈസ് സംതിങ് ലൈക്ക് നിങ്ങളെ കുറിച്ച് മറ്റൊരാൾ പറയുന്ന സാധനം. നിങ്ങൾ എത്ര പേര് നിങ്ങളെ കുറിച്ച് വേറൊരാൾ പറയുന്ന ഒരു കോണ്ടന്റിന് കഴിഞ്ഞ ഒരു 6 മാസം ട്രൈ ചെയ്തിട്ട് ഓർത്ത് വെക്കും. അങ്ങനെ ട്രൈ ചെയ്ത്, ഞാൻ പറഞ്ഞ പെയ്ഡ് അല്ല കേട്ടോ, പെയ്ഡ് അല്ലാതെ നിങ്ങളെ കുറിച്ച് വേറൊരു മീഡിയ നിങ്ങളെ കുറിച്ച് കോണ്ടന്റ് എടുക്കാം. മീഡിയ ഞാൻ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് ആവാം, ഇൻസ്റ്റാഗ്രാം പേജസ് ആവാം. വേറൊരാൾ നിങ്ങളെ കുറിച്ച് പറയുന്ന കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു ഐഡിയ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 6 മാസത്തിൽ. എത്ര പേര് ചെയ്തിട്ടുണ്ട്? ഒരാൾ ചെയ്തിട്ടുണ്ട്. ടെസ്റ്റിമോണിയൽസ് അല്ല, ടെസ്റ്റിമോണിയൽസ് ഇസ് ബേസിക്കലി ഒരു കൈൻഡ് ഓഫ് സെയിൽസ് മെറ്റീരിയൽ ആണ്. ടെസ്റ്റിമോണിയൽ റിവ്യൂ, ഈ രണ്ട് സാധനം വർക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടെസ്റ്റിമോണിയൽ ചെയ്യാം. ഓക്കെ, അതൊരു ഇൻഫ്ലുവൻസർ ആണ് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയില്ല, അതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അയാളുടെ ക്രിയേറ്റർ സ്പേസിൽ നമുക്ക് ചെയ്യാം. പക്ഷെ അതർവൈസ് ഒരു റിവ്യൂ വർക്ക് ചെയ്യുന്നത് പർച്ചേസിന്റെ ഏറ്റവും അവസാനത്തെ പോയിന്റിലാണ്. ഒരു റിവ്യൂ ഒരാൾ നോക്കുക എവിടെയാണ്, നിങ്ങളിത് ഉറപ്പിച്ച് ഒരു 90% ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വന്നിട്ട് മാത്രമേ റിവ്യൂ നോക്കുകയുള്ളൂ. ഒരിക്കലും ആദ്യം നിങ്ങൾ റിവ്യൂ ആരും നോക്കില്ല. റിവ്യൂ ആ പർച്ചേസ് പോയിന്റിൽ എടുക്കുന്ന ഒരു സാധനം, ടെസ്റ്റിമോണിയൽസ് ആ പർച്ചേസ് പോയിന്റിൽ എടുക്കുന്ന ഒരു സാധനമായിരിക്കും. സോ വി ഹാവ് ടു തിങ്ക്, എന്താ പറയുക, നമ്മൾ വേറൊരാളെ ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കസ്റ്റമേഴ്സ് നോക്കുന്ന ഒരാളെ ട്രാക്ക് ചെയ്ത് അയാളോട് എൻഗേജ് ചെയ്യാൻ പറ്റും നോക്കണം. സ്വാഭാവികമായിട്ടും ദാറ്റ്സ് എ പോയിന്റ് യു ഹാവ് ടു തിങ്ക് അബൌട്ട് യുവർ കോണ്ടന്റ്. ഇത് ഇന്ന ആള് കണ്ടാൽ എൻ്റെ ക്ലയന്റ് കാണും. പിന്നെ നിങ്ങൾ ഒരാളെ ടാർഗറ്റ് ചെയ്താൽ മതി. ആ ഒരാളെ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഒരു കോണ്ടന്റിനെ അയാൾ ഷെയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എത്തും. സോ ദിസ് ഈസ് സംതിങ് ദാറ്റ് യു ഷുഡ് ബി തിങ്കിങ്. പിന്നെ ആർട്സ് ഉണ്ടാക്കുന്ന സമയത്ത് എത്ര പേർക്ക് ഇവിടെ കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് എനിക്കല്ല. കമ്മ്യൂണിറ്റി ഒരു ടിപ്പിക്കൽ കമ്മ്യൂണിറ്റി ആവണമെന്നില്ല. യു ക്യാൻ ക്രിയേറ്റ് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ പ്രോജക്റ്റിന് ശേഷം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇന്ന് ശേഷം നമ്മളൊരു 5ഓളം കമ്മ്യൂണിറ്റികൾ വി ആർ ട്രൈങ് ടു ക്രിയേറ്റ് വിത്ത് അവർ ഇൻ-ഹൗസ് ടീം. എൻഗേജ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പേജസ്, ഭയങ്കര എൻഗേജിങ് ആയിട്ട്, വളരെ ഓർഗാനിക് ആയിട്ടുള്ള കോണ്ടന്റ്. വി ഡോണ്ട് സെൽ പ്രൊഡക്ട്സ്, വി ഡോണ്ട് സെൽ ബിസിനസ്സസ്. പക്ഷേ നമുക്കൊരു ഏത് ഇൻഡസ്ട്രി വേണം നമുക്ക് സജസ്റ്റ് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പുകളിൽ സജസ്റ്റ് ചെയ്യാം ഏത് ഇൻഡസ്ട്രി. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് അതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ്, ആ ഓഡിയൻസ് ഭയങ്കര നാച്ചുറൽ ആയിട്ട്, പക്ഷേ സ്പെസിഫിക് ഓഡിയൻസ് ആയിരിക്കും. ഇൻഡസ്ട്രി ഭയങ്കര സ്പെസിഫിക് ആകും. സോ വി ആർ ഓൾ പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി. വി ഹാവ് ടു ക്രിയേറ്റ് സം ഓഫ് ദ ബെസ്റ്റ് കോണ്ടന്റ് കമ്മ്യൂണിറ്റി ഇൻ കേരള എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് 1 ഇയറിൽ ഞങ്ങൾ കണ്ട ഒരു തോട്ട്. പിന്നെ ക്യാമ്പയിൻസ് എങ്ങനെ കോൺവെർസേഷൻ ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, നിങ്ങൾ പരസ്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോഴും പരസ്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. ആർട്സ് വർക്ക് ചെയ്യാത്തൊരു കാലത്ത് പരസ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? റിലേറ്റബിലിറ്റി മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഓതന്റിസിറ്റി പോലെയുള്ള പഴയ ടേംസ് ഉണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ ചില ആളുകൾ റിലേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പെർഫെക്ഷൻസ് എന്ന് പറഞ്ഞ സാധനം വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ആയ വീഡിയോ ആരും ലൈക്ക് ചെയ്യില്ല. നിങ്ങൾ ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് വമ്പൻ പ്രൊഡക്റ്റ് സെറ്റൊക്കെ ഇട്ടിട്ട് വമ്പ ഷൂട്ടൊക്കെ ചെയ്തൊരു പടം വീഡിയോ ഇട്ടാൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല. പക്ഷേ ഒരു CC ക്യാമറയിൽ ഒരു വീഡിയോ എടുത്തിട്ടാൽ 80% ആ സാധനം ആയിട്ടുണ്ടാവും. സോ തിങ്ക് ഫ്രം യുവർ CCTV പോയിന്റ് ഓഫ് വ്യൂ. നിങ്ങളുടെ പ്രൊഡക്ഷൻ അല്ല, അവരും ഞാനും തമ്മിൽ കണക്ട് ആവും. എൻ്റെ ഓഡിയൻസിന്റെ ലാംഗ്വേജിൽ നിങ്ങളുടെ കോണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഒരിക്കലും എന്താ പറയുക, നിങ്ങൾ മാറി നിന്നിട്ട് പഴയ അഡ്വർടൈസിങ്ങിന്റെ ഫോർമാറ്റിൽ ചിന്തിക്കാൻ പറ്റില്ല. സോ ക്രിയേറ്റ് വെരി നാച്ചുറൽ സ്റ്റഫ്. ഓക്കെ, ഓവർ ജാടകളില്ലാത്ത, അതന്നെ ഞാൻ പറയുന്ന ആ ഭാഷ അത് തന്നെയാണ്.
അതുകൊണ്ടാണ് നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിന് ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ കോണ്ടന്റ് ഇഷ്ടപ്പെടുന്നതിന് കാരണം കടുത്ത റിലയബിലിറ്റിയാണ്. അവരുമായിട്ട് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ഇപ്പൊ നിങ്ങൾ കണ്ട നല്ല ഇപ്പൊ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടാക്കുന്നത് ഭയങ്കര അക്കാദമിക്കായ കണ്ടന്റോ വലിയ നല്ല രസമുള്ള കോണ്ടന്റോ ഒന്നല്ല. പക്ഷെ ഇയാൾ എന്നെപ്പോലെ തന്നെയാണല്ലോ ഒരു തോട്ടിലാണ് ഈ കോണ്ടന്റ് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത്. ഇയാളിപ്പോ KL ബിജു ബ്രോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള KL ബിജു ബ്രോന്റെ കോണ്ടന്റ് കണ്ടിട്ടുള്ള നിങ്ങൾക്കൊക്കെ ആ കോണ്ടന്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രൊമോട്ട് ചെയ്യുന്ന KL ബിജു ബ്രോ തന്നെയാണ്. കാരണം വെച്ചാൽ പുള്ളിയുടെ കോണ്ടന്റ് ഭയങ്കര നമുക്ക് മലയാളികൾക്കൊക്കെ ഒരു നൊസ്റ്റാൾജിയ ഇതിനകത്തുണ്ട്. ഒരു സാധാരണ വീട്ടിൽ നടക്കുന്ന ആക്ടിവിറ്റി. അയാൾക്ക് പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ലല്ലോ ഇപ്പം അയാൾ അത്രയും ചെറിയ വീട്ടിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ടോ എനിക്കറിയില്ല. എന്തായാലും കോണ്ടന്റ് അവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. പുള്ളി ജീവിക്കുന്ന വേറെ ഫ്ലാറ്റുമായിട്ട് ഇരിക്കും. അപ്പൊ ആ റിലേറ്റബിലിറ്റി ബിൽഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു B2B മാർക്കറ്റിംഗ് ആയതുകൊണ്ട് ഈ പൊസിഷൻ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിലേക്ക് നിങ്ങൾ എങ്ങനെ നമ്മുടെ അടുത്ത സ്പീക്കർ എത്തിയോ? ഓക്കെ, ടീ മാറ്റി വെക്കരുത്. അപ്പൊ ഈ പറഞ്ഞ ഓരോ സാധനത്തിലേക്കും നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയെന്നൊരു സാധനമാണ് ഇതിനകത്തുള്ളത്. ഇത് നമുക്ക് വലിയൊരു ഡിസ്കഷൻ വരേണ്ട ഒരു സാധനമാണ്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ ട്രഡീഷണൽ അഡ്വർടൈസിങ് മെത്തേഡ്സ് നിങ്ങൾ ഇനി ഒരു ദിവസം പോലും ചിന്തിക്കരുത്. ഇപ്പൊ ഞാനിവിടെ അലാക്കാട്ട് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ എക്സാമ്പിൾ ഞാൻ പലപ്പോഴും പറയലുണ്ട്. അലാക്കാട്ടുകാർ അതിനിവിടെ ഉണ്ട്. അലാക്കാട്ട് അവരൊരു ട്രക്ക് തുറന്നു. ഈ ട്രക്ക് സോഷ്യൽ മീഡിയ വൈറലാകുന്നു അല്ലേ? അങ്ങനെയാണ്. എനിക്ക് അലാക്കാട്ടിനെ കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത് അവരുടെ കോമ്പറ്റീറ്റർ എന്നോട് പറയുകയാണ്. ഈ അന്ന് എനിക്ക് ഇവരെ അറിയില്ല, ബ്രാൻഡിനെ അറിയില്ല. പക്ഷെ അവരുടെ കോമ്പറ്റീറ്റർ എന്നെ ഒരു ബ്രീഫിന് വിളിച്ചപ്പോൾ പറഞ്ഞത് അവരൊരു ട്രക്ക് ഇറക്കിയിട്ടുണ്ട്, അതിനേക്കാൾ നല്ല ട്രക്ക് ഇറക്കണമെന്നാണ്. അവരിറക്കിയ ട്രക്ക് ഭയങ്കര നല്ല ട്രക്കൊന്നുമല്ല, പക്ഷെ അവർ നന്നായിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രക്ക് പണ്ട് കേരളത്തിലുണ്ട്, സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്തു. അപ്പൊ ഈ ട്രക്കായി മാറി എന്ത് ബ്രാൻഡിങ്. അജ്മിയുടെ ബ്രാൻഡിങ് നമുക്കറിയാം. അജ്മി ട്രക്ക് ഇറക്കിയതിന് ശേഷം കേരളത്തിൽ ഈ അജ്മി എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഡയറക്റ്റ് മാനുഫാക്ചർ ടു എൻഡിൽ അവർ നേരിട്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. പക്ഷെ കേരളത്തിലെ വേറൊരു FMCG ബ്രാൻഡ് ഡയറക്റ്റ്ലി ഡിസ്ട്രിബ്യൂട്ടർ അല്ല. അതുകൊണ്ടാണ് മറ്റൊരു ട്രക്ക് വേണം, അജ്മിക്ക് ട്രക്ക് വേണം, ഡബിൾ കോഴ്സിൽ ട്രക്കിന്റെ ആവശ്യം ഫോർ എക്സാമ്പിൾ. പക്ഷെ പിന്നീട് ഈ ബ്രാൻഡുകളൊക്കെ ഉള്ളിലൊന്നുമില്ലാതെ കേരളത്തിൽ ട്രക്ക് മാത്രം ഓടിച്ചു. ഉള്ളിലൊന്നും ഉണ്ടാവില്ല. മറ്റേ അജ്മിക്കാരെ കുത്തുപൊടി കൊടുക്കാൻ പോവുകയാണ്, ഇവരുടെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു ട്രക്ക് ഓടിക്കേണ്ടി വന്നു. ഈ ഒരു സാധനം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു ഓഫ്ലൈൻ ഓൺലൈൻ ഇന്റഗ്രേഷൻ ആണ്. നെക്സ്റ്റ് 3 years 4 years നടക്കാൻ പോകുന്ന ക്യാമ്പയിന്റെ 80% സക്സസ്ഫുൾ ക്യാമ്പയിൻ വിൽ ബി ഓഫ്ലൈൻ ഓൺലൈൻ ഇന്റഗ്രേഷൻ. യു തിങ്ക് ഓഫ്ലൈൻ ആൻഡ് കൺവേർട്ട് ദാറ്റ് കോണ്ടന്റ് ഇൻടു ഓൺലൈൻ. ഈ ഒറ്റ ഫോർമാറ്റ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ദാറ്റ്സ് വൺ ഓഫ് യുവർ കീ ടേക്ക് അവേസ് ഔട്ട് ഓഫ് ദിസ്. സോ നിങ്ങൾ ഗോ ബാക്ക് ടു ദ ട്രഡീഷണൽ ഫോം ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് യു തിങ്ക് ദാറ്റ് ദിസ് കണ്ടന്റ് ഷുഡ് ഗോ ഓൺ ഓൺലൈൻ. ഒരു കോണ്ടന്റ് ഓൺലൈന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്തിരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? You produce content offline and think about taking it back to the online platforms. ഇതായിരുന്നു പണ്ട് നടക്കുന്ന ശരിക്കും. സോ ദാറ്റ് ഈസ് വൺ കീ ടേക്ക് അവേ. എന്നോട് ചോദിച്ചാൽ ഞാൻ എപ്പോഴും ഒരു ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും ഒരു ഹുക്ക് നിലത്ത് ഇറങ്ങിയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഫൈസൽ ചീരാൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഫൈസൽ ചീരാൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. ഹി വിൽ ടെൽ ദ സ്റ്റോറി ലേറ്റർ. പുള്ളി കോഴിക്കോട് ബീച്ചിൽ ഒരു വലിയൊരു സാധനം കൊണ്ടുവച്ച് ഒരാഴ്ച ഇരുന്നില്ലേ, ഒരാഴ്ച അവിടെ കൊണ്ടുവച്ചു. അത് പക്ഷേ ബ്രില്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നീട് പുള്ളിയൊക്കെ ഇവിടെ പറഞ്ഞു ഇതിൽ നന്നായിട്ട് ഈ സാധനം നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ആ ഒരു തോട്ടിൽ അവർ ഇപ്പൊ ഫൈസൽ ചീരാൻ വെച്ചപ്പോൾ അത് ബീച്ചിൽ ഒരു ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്താൽ വെച്ചത്. പക്ഷെ അത് ഓൺലൈൻ മീഡിയ ടാർഗറ്റ് ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ഒരു സാധനം നോക്കുമ്പോൾ അവിടെ ബീച്ചിൽ വരുന്ന ആളുകളല്ല ആക്ച്വലി അതിന്റെ ഓഡിയൻസ്. മില്യൺസ് ഓഫ് പീപ്പിൾ ഓൺലൈൻ വുഡ് ഹാവ് സീൻ ദാറ്റ് ഇഫ് യു ആഡ് ലിറ്റിൽ മോർ ക്രിയേറ്റിവിറ്റി. അതിനകത്ത് എന്തെങ്കിലും ഒരു ഉടായ്പ തിരികെ വെച്ചാൽ മതിയായിരുന്നു. ആ ഉടായ്പ എന്തോ ആട്ടെ, you have to think from this offline online integration in any business you are. Okay, ആ ഒരു തോട്ടും കൂടി നിങ്ങൾ ഇപ്പൊ വന്ന പുതിയ ട്രെൻഡ് കണ്ടാൽ ആ ട്രെൻഡ് ഇപ്പോൾ വളരെ അത് റിപ്പീറ്റ് ചെയ്തിട്ട് ബോറാവുന്നുണ്ട്. ഒരു ഹോർഡിങ് വെക്കുക, എന്നിട്ട് അത് ഒരു ഇൻഫ്ലുവൻസറോട് പറയും നിങ്ങൾ വൈറലാക്കണമെന്ന് പറയും. അങ്ങനെ വൈറലായ ഒരു ക്യാമ്പയിനാണ് പെന്നി ഫോർ എക്സാമ്പിൾ. അതൊരു വളരെ ഡെലിബറേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ക്യാമ്പയിനാണ്. അത് അവിടെ വെച്ച ശേഷം അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്താണ് ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലേക്ക്. പക്ഷെ അതൊരു ക്രിയേറ്റിവിറ്റിയുടെ ലാക്ക് ഓഫ് ക്രിയേറ്റിവിറ്റിയാണ് പറയും. പക്ഷെ ഈ ക്രിയേറ്റിവിറ്റിയുടെ എക്സ്ട്രീം ചെയ്തത് ഇവരാണ്. ആരും നമ്മുടെ ടാറ്റ ഒരു വണ്ടി ഒരു കുന്നിനെ മുകളിൽ ഓടിച്ചു കയറ്റില്ലേ, അതൊരു പ്ലാൻഡ് സ്റ്റോറിയാണ്. വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായി വൈറലാക്കി കൃത്യമായി ഓർഗാനിക്കായിട്ട് ആ ഫീൽഡ് ഒറ്റ ദിവസം കൊണ്ട് അതിനെ ഓർഗാനിക്കായിട്ട് അവർക്ക് അവിടെ എത്തിക്കാൻ പറ്റി. ആ സ്റ്റോറി ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റി.
That's how you should think. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏതും ആയിക്കോട്ടെ, എത്ര ചെറുതും ആയിക്കോട്ടെ, നിങ്ങളുടെ ഓഡിയൻസിനിടയിൽ ഓഫ്ലൈനിൽ ഒരു സാധനം ചെയ്തിട്ട് അതിനെ ഓൺലൈനിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ടു എക്സാക്ട്ലി ദാറ്റ് ഓഡിയൻസ്. That is a key of marketing nowadays. ഇതിന്റെ കൃത്യമായൊരു ഒരു മെത്തഡോളജി പോലുള്ള സാധനങ്ങൾ we can tell this influencers or people who build this content based businesses. ഇപ്പം ലോകത്ത് നടക്കുന്ന വേറൊരു ബിസിനസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, ലാസ്റ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ ബഡ്ജറ്റിൽ ക്രിയേറ്റീവ് ഇൻഡസ്ട്രി നമ്മൾ ഒരുപാട് ഫണ്ട് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. സോ ക്രിയേറ്റർ ഇൻഡസ്ട്രി ഈസ് ഗോയിങ് ടു ബി എ മാസീവ് തിങ് ഇൻ ദ നെക്സ്റ്റ് മേബി 5 years. ഇതിന്റെ ഒരു ചലഞ്ച് വരാൻ പോകുന്നത്, നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഒരു ക്രിയേറ്റർ ബ്രാൻഡിനോടാണെങ്കിൽ നിങ്ങളുടെ ഫെയിലിയർ ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ മേക്ക് യുവർ ബ്രാൻഡ് എ ക്രിയേറ്റർ ബ്രാൻഡ്. ഇപ്പൊ ഞാനും കൊണ്ട് എൻ്റെ അപ്പുറത്ത് ഒരു ക്രിയേറ്റർ സ്ഥാപിച്ച ഒരു ബ്രാൻഡ് എന്നോട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇൻ എനി ഇൻഡസ്ട്രി ദാറ്റ് കേസ്. ഓക്കെ, ഇപ്പം അങ്കമാലിയിൽ ഒരു ടൈല് വെക്കുന്ന കക്ഷിയുണ്ട്, ഒരു ടൈല് വെക്കുന്ന ബ്രാൻഡ് സുരഭി അല്ലേ? സുരഭി അല്ലേ? അവരുടെ കോണ്ടന്റ്, അവരുടെ മൊത്തം കസ്റ്റമേഴ്സ് ഇന്ത്യയിൽ നിന്ന് മുഴുവൻ വരുന്നത് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജിലാണ്. ആ എൻറ്റയർ ബിസിനസ് ആക്ച്വലി പുള്ളി മറ്റേ എന്താ പറയുക, കൊറോണ കാലത്ത് ഹി സ്റ്റാർട്ടഡ് പുഷിംഗ് കോണ്ടന്റ്. പക്ഷെ പുള്ളി ഒരു നോർമൽ ആളല്ല, പുള്ളിയുടെ ഉള്ളിൽ ഒരു ക്രിയേറ്റർ ഉണ്ട്. പുള്ളിയുടെ കോണ്ടന്റ് ഒരു ഇൻഫ്ലുവൻസർ ചെയ്യുന്ന അതേ ഫോർമാറ്റിൽ ഉണ്ടാക്കുന്ന കോണ്ടന്റാണ്. പുള്ളി ടാർഗറ്റ് ചെയ്യുന്ന ആർക്കിടെക്റ്റിനാണ്. എന്നിട്ട് പുള്ളി ചെയ്യുന്ന കോണ്ടന്റ് എന്താ വെച്ചാൽ കറക്റ്റ് ആ ക്രിയേറ്റർ ഫോർമാറ്റിലാണ് കോണ്ടന്റ് ചെയ്യുന്നത്, നോട്ട് ആൻ ആ കോർപ്പറേറ്റ് ഫോം. നിങ്ങളെ കോണ്ടന്റ് എടുത്ത് നോക്കിയൊക്കെ മനസ്സിലാവും. അയാൾ he works like a creator. He never works like a corporate advertising company produce ചെയ്യുന്ന കോണ്ടന്റ് പോലെയല്ല. But this is possible for every brand. This is just a transition of model of business. That's it. Content produce ചെയ്യുന്ന രീതിക്ക് ഒരു വ്യത്യാസം വന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് അപ്ലൈ ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ കോമ്പറ്റീറ്റർ ഈ ഫോർമാറ്റ് അപ്ലൈ ചെയ്യുകയും ചെയ്താൽ അത് പണ്ടായിരുന്നു നടക്കില്ലായിരുന്നു. അവിടെയാണ് ഈ ട്രസ്റ്റ് വേഴ്സസ് റിലേറ്റബിലിറ്റിന്റെ വ്യത്യാസം വരുന്നത്. പണ്ട് ട്രസ്റ്റിലായിരുന്നു എല്ലാവരും വെക്കുന്നത്, ഇപ്പൊ റിലേറ്റബിലിറ്റിക്കാണ് വാല്യൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കൊടുത്ത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര വൈറ്റ് മാർജിനെ കൊടുത്ത് ചെറിയ ഫോണ്ടിൽ മിനിമലിസ്റ്റിക് ആയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് ഒക്കെ ബിൽഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പൊസിഷനിങ്ങിൽ നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ട്രാറ്റജിയാണ് ഈ ഡിസൈൻസിലൊക്കെ കീപ്പ് ചെയ്യുന്ന ഈ ബ്രാൻഡ് ഗൈഡിലൈൻ്റെ മെത്തഡോളജി. പക്ഷെ ആ സാധനം ഇപ്പോൾ വർക്ക് ചെയ്യില്ല. ഇപ്പം ഈവൻ എന്താ പറയുക, ഒരു പോർഷെ വാങ്ങുന്ന ആൾക്ക് പോലും ഈ റിലേറ്റബിലിറ്റി ബിൽഡ് ചെയ്താലേ നടക്കുള്ളൂ. സോ ദിസ് ഷിഫ്റ്റ് ഈസ് സംതിങ് ദാറ്റ് വി ഷുഡ് ബി അവെയർ. അപ്പോൾ ലാസ്റ്റ് ഒരു 1.5 years വി വർ ഡൂയിങ് എ റിസർച്ച് ഓൺ ദിസ്. നമ്മൾ മാർക്കറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് 1.5 years വി വർ ഡൂയിങ് എ. അപ്പോൾ നമ്മളിപ്പം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വി ആർ ലോഞ്ചിങ് സംതിങ് ദാറ്റ് ഈസ് വെരി വെരി ഇന്നോവേറ്റീവ്, വിച്ച് ഐ വിൽ ബ്രീഫ് യു ലേറ്റർ. പക്ഷേ ഈ ഒരു ട്രാൻസിഷൻ ആണ് നിങ്ങൾ ഇപ്പം നെക്സ്റ്റ് പൗലോ ഇസ് ടോക്കിംഗ്. ഷീസ് എന്താ പറയുക, ഷീ ടോക്സ് ലിറ്റിൽ മോർ ഡീപ്പ് ഇൻ ടു ദ സബ്ജക്ട് ഓഫ് കോൾഡ് അക്കൗണ്ട് ബേസ്ഡ് മാർക്കറ്റിംഗ്. ഈ അക്കൗണ്ട് ബേസ്ഡ് മാർക്കറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് മാർക്കറ്റിംഗ് മെത്തഡോളജിയാണ്. ഞാനിപ്പോൾ പറഞ്ഞൊക്കെ തിയറിയാണ്. ആക്ച്വലി ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ നെക്സ്റ്റ് സെഷൻസിൽ നമുക്ക് പറയാം. വി വിൽ ആസ്ക് ദംസ് ക്വസ്റ്റ്യൻസ് ആൻഡ് what I suggest is that this is going to be a very interactive sessions. ഇവിടെ വരുന്ന പല ഗസ്റ്റുകളും അക്കാദമിഷ്യൻസ്മാരല്ല, നമ്മളെ വിളിച്ച ആരും പ്രസംഗിച്ച് പരിചയമുള്ള ആളുകളല്ല. ഈവൻ ലാസ്റ്റ് ആളുകൾ നിങ്ങൾ ചോദിക്കുക, ഇവരൊക്കെ അവരുടെ ബിസിനസ്സിൽ എന്തോ ഒരു വ്യത്യാസം കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരിവിടെ വന്നിട്ടുള്ളത്. ഇവരോട് ഈ ക്വസ്റ്റ്യൻ ഓപ്പൺ ആയിട്ട് ചോദിക്കാം. ബട്ട് ഐ വിൽ ഒബ്വിയസ്ലി ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, സം ഓഫ് ദിസ് ക്വസ്റ്റ്യൻസ് ടു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഫോർമാറ്റ്. എക്സെപ്റ്റ് പൗലോ ഇസ് കൈൻഡ് ഓഫ് എന്താ പറയുക, ഷീസ് എ അക്കാദമിഷ്യൻ, researcher in marketing. So she will talk maybe 1 hour on this subject, little more detail from a marketing point of view. I talk to you from an advertising point of view. She talks from a marketing point of view. പിന്നെ വരുന്ന ആളുകൾ entrepreneurs point of view ല് ഇതിനുള്ള reasons. This is a formula that we are working in. Okay, നമുക്ക് ചായ കുടിക്കാൻ ചായ റെഡിയാണോ? ഇത് എല്ലാവരും ഞാനീ പറഞ്ഞത്, ഞാനിങ്ങനെ ക്ലാസ് ഒക്കെ എനിക്ക് തന്നെ ബോറടിക്കുന്നത്. അപ്പോൾ അതൊരു ചോദ്യം ചോദിക്കണോ? ഓക്കെ, എന്ത് ചോദ്യം ചോദിക്കാം. ചോദ്യം കഴിഞ്ഞ ദിവസം എവിടെ ഒരു ഇവന്റിന് പോയപ്പോഴേ ചോദ്യം ചോദിച്ചാൽ 2 നിമിഷം കിട്ടും. കാരണം അയാൾ എഴുന്നേറ്റ് നിൽക്കും, അയാളുടെ ഫോട്ടോ എടുക്കും, മറ്റേ ആൾ എന്തിടും. ഇവിടെ നിന്ന് വരുന്ന എല്ലാവർക്കും മിനിമം എനിക്ക് തോന്നുന്നത് ഒരു 5 lakhs മുകളിൽ റീച്ചുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആണ്. നിങ്ങളൊരു ചോദ്യം ചോദിച്ചു അവരത് എടുത്തിട്ടാൽ നിങ്ങൾക്ക് റീച്ച് കിട്ടും. എന്താ പറയുക, സോഷ്യൽ മീഡിയ. നിങ്ങൾ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ അവരുടെ ഫോട്ടോ നിങ്ങളെ ഈ കൂട്ടത്തിൽ ഇരിക്കുകയുള്ളൂ. മറ്റേത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു
സ്പെഷ്യൽ മെൻഷനും സ്പെഷ്യൽ വ്യൂ കിട്ടാൻ സാധ്യതയുണ്ട്. അവരൊരു വീഡിയോ ഇട്ടാൽ ഇടണമെന്ന് ഞാൻ പറയൂല, പക്ഷെ അവർ ഇടിക്കുന്നതാണ് നിങ്ങളുടെ മിടുക്ക് അല്ലേ. പൈസയിൽ ഇടൂല. ഓക്കെ, ചാവടിക്കാൻ പോവാ. എന്ത് ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാമോ? ഈപ്പി പോവാണോ? പെന്നി ഐസ്ക്രീം കഴിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എത്ര പേരുണ്ട്? ഇത്ര പേര് കഴിച്ചിട്ടുണ്ടോ? എന്നാ സക്സസ് ആണ്. അതിന് മുമ്പ് കഴിച്ചോ? അതിന് മുമ്പ് അതിന് ശേഷം കഴിച്ചാലുണ്ടോ? ഉണ്ടോ? സോ ദാറ്റ്സ് എ ഫെയിലിയർ ഓഫ് ദിസ് മാർക്കറ്റിംഗ്. അതായത് അവിടെ അവരവർ ഫങ്ഷണൽ ആൻഡ് ഇമോഷണൽ ബെനഫിറ്റിൽ നിന്നല്ല പരസ്യം ചെയ്തിട്ടുള്ളത്. ഒരു പരസ്യം എപ്പോഴും 4 പോയിന്റ് ചെയ്യാൻ പാടുള്ളൂ. അത് ഏത് പരസ്യത്തിന്റെയും ബേസ് തിയറിയാണ്. ഒരു പരസ്യം നമ്മൾ റാഷണലി പിച്ച് ചെയ്യുമ്പോൾ ഏത് ബെനഫിറ്റിനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഈ പെനി ഐസ്ക്രീം ഇതിലെ 4 പോയിന്റിനെയും ടച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പരസ്യം കണ്ടാൽ ആ പരസ്യം കുറേ ടോക്കൊക്കെ ക്രിയേറ്റ് ചെയ്യും, പക്ഷെ ഇത് കഴിക്കാൻ നമുക്ക് തോന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് 1000 പേര് സദസ്സിൽ ഇതേ ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ ഞാൻ തിരിച്ചിട്ടില്ല. പെനി ഐസ്ക്രീം കോഴിക്കോട് എവിടെയുള്ളതായിട്ട് എനിക്കറിയില്ല, കോഴിക്കോട് ഓഡിയൻസ് ഈ സാധനം കണ്ടതായിട്ട് എനിക്കറിയില്ല, ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടുമില്ല. പക്ഷെ മെഴ്സലസിന്റെ ഐസ്ക്രീം വന്നിട്ട് we were waiting for 2 months to get the first Merciless ice cream. നമ്മുടെ ഓഫീസിൽ ചർച്ച ചെയ്യുന്നു മെഴ്സലസിന്റെ ഐസ്ക്രീം കഴിക്കുന്നത്. അതെന്താണ് ഈ ഡിഫറൻസ്? ബിക്കോസ് നിങ്ങൾ ഇമോഷണലി ആ കസ്റ്റമറോട് കണക്ട് ചെയ്തില്ല. നിങ്ങൾ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തു, ബ്രാൻഡ് ഡിസ്കസ് ചെയ്തു, അതുകൊണ്ട് യാതൊരു കാര്യവും നിങ്ങൾക്കില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റീച്ച് കൊണ്ട് യാതൊരു കാര്യമില്ല. യു ഹാവ് ടു കണക്ട് വിത്ത്, യു ഹാവ് ടു ഇമോഷണലി കണക്ട് വിത്ത്. അപ്പൊ അങ്ങനെ വന്നാൽ സാധനം വർക്ക് ചെയ്യും. അതിനേക്കാൾ സിമ്പിൾ ആയിട്ട് ഇപ്പം എന്താ പറയുക, പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക്. അതിനകത്ത് പ്രീബയോട്ടിക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ ചോദ്യം ഞാൻ ഒരിക്കലും മേഴ്സിലസുകാരെ ഞാൻ ബ്രാൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞ ഒറ്റ കാര്യം എന്താ അറിയോ, ബെൽഗാമിൽ എവിടെയാണ് ഇവരുടെ ഐസ്ക്രീം ഫാക്ടറി, അവിടെ പോയി കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. 420 കിലോമീറ്റർ ആയിട്ട് കാർ ഓടിച്ച് ഞാൻ അവിടെ പോയി കഴിച്ച് തിരിച്ചു വന്നു. എന്നിട്ടാണ് ബ്രീഫ് വന്നത്. അത് പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് ആണ് ഈ പ്രൊഡക്റ്റിനെ മുകളിൽ. അപ്പൊ ഈ പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പ്രോബയോട്ടിക് എന്നുള്ള ടേം അവിടെ ഉപയോഗിക്കുന്നു? അവർക്ക് പ്രോബയോട്ടിക് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, ഒരു ചർച്ചകളിലും ആ വാക്യം തുടക്കകാലത്ത് കേട്ടിട്ടില്ല. പക്ഷെ അതൊരു ന്യൂ ജനറേഷൻ ടേമാണ്. ഈ പ്രോബയോട്ടിക് എന്നുള്ളത് ഹെൽത്തി സാധനത്തിന് പോലെ എന്തോ ഒരു സാധനമാണ്. ഈ സാധനം ഒരു ഇൻസ്റ്റാഗ്രാം ടേമാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കുറെ ടേംസ് ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ അർത്ഥം അറിയാതെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ടേംസ് ഉണ്ട്. ഈ ടേംസുകൾ ഉപയോഗിച്ചാൽ പെട്ടെന്ന് ആ ഓഡിയൻസിനോട് കണക്ട് ചെയ്യും. അതാണ് ഈ പ്രോബയോട്ടിക് ആൻഡ് പ്രീബയോട്ടിക് ഒരു എക്സാമ്പിൾ. ഇതേപോലെ നിങ്ങളുടെ ഇൻഡസ്ട്രിയിലുണ്ടോ? ലുക്ക് ഫോർ ദാറ്റ് വേർഡ്, ദാറ്റ്സ് എ വൈറൽ വേർഡ്. ഇപ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, ഏതാ? സെറട്ടോണിൻ അല്ല, എല്ലാവർക്കും അറിയാം. ഇങ്ങനെ കുറേ 3 ഹോർമോൺ നമ്മൾ ഹാപ്പി ഹോർമോൺസ് പറയുന്നുണ്ട്. ഇതൊന്നും ശരിക്കും പൂർണ്ണമായി ഹാപ്പി ഹോർമോൺസ് ഒന്നല്ല. ഈ ഹോർമോണിന്റെ ഒക്കെ ഉത്പാദനം നടക്കുന്നത് വേറൊരു ഘട്ടത്തിലാണ്. പക്ഷെ ഈ ടേം നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. സോ യു ഐഡന്റിഫൈ വാട്ട് ടേംസ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. ഇഫ് യു ക്യാൻ ബ്രിങ് ദാറ്റ് ടേം ഇൻ യുവർ കമ്മ്യൂണിക്കേഷൻ, യുവർ ഓഡിയൻസ് വിൽ ഓട്ടോമാറ്റിക്കലി റിലേറ്റ് വിത്ത് ഇറ്റ്. അപ്പൊ പഴയ നമ്മൾ പറയുന്നവര് ഒരാളെ തെളിയിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പൊ അത് എനിക്ക് എന്റെ ഓപ്ഷൻ ആട്ടോ. നിങ്ങൾക്ക് ചോദ്യം വീണ്ടും ചോദിക്കാം, എനിക്കറിയില്ല. ഞാൻ പെന്നി ജയിക്കുക എന്നാണ് ആ ക്യാമ്പയിന്റെ എന്റെ ഫീഡ്ബാക്ക്. ഓക്കെ, അത് വളരെ സിമ്പിൾ. അഡ്വർടൈസ്മെന്റിൽ ഒന്ന് നമ്മൾ ആ പ്രൊഡക്റ്റ് ഇമോഷണലി ആണോ കണക്ട് ചെയ്യുന്നത്, ഇമോഷണൽ ബെനിഫിറ്റ് ആണോ സെല് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഹാർലി ഡേവിഡ്സൺ ഒരു ഇമോഷണൽ ബെനിഫിറ്റ് മാത്രമാണ് സെല് ചെയ്യുക. നിങ്ങളെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവും, നിങ്ങളുടെ ആ കമ്മ്യൂണിറ്റിയുടെ ഇമോഷണൽ ഫാക്ടേഴ്സിലേക്കാണ് നിങ്ങൾ ആ സാധനം വെക്കുന്നത്. ഇമോഷണൽ ബെനിഫിറ്റ് ചിലത് ഭയങ്കര ഫങ്ഷണൽ ബെനിഫിറ്റ് ആണ്. ഫങ്ഷണൽ ബെനിഫിറ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഐപോഡ് വന്ന സമയത്ത്, ക്ലാസിക്കൽ എക്സാമ്പിൾ ആയിട്ടാണ്, ഐപോഡ് വന്ന സമയത്ത് അവരുടെ പരസ്യം ഇങ്ങനെയായിരുന്നു. ഐപോഡ് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. പക്ഷെ അവര് അതിൽ പറഞ്ഞിരുന്നത് 1000 സോങ്സ് ഇൻ യുവർ പോക്കറ്റ് എന്നാണ്. അന്ന് വരെ 14 പാട്ടാണ് പോക്കറ്റിൽ കൊണ്ടുനടക്കാൻ പറ്റുക. സോണിയുടെ വാക്ക്മാനിൽ 14 പാട്ടായിരുന്നു. അതിനെ ഒരു ഫങ്ഷണൽ ബെനിഫിറ്റിൽ 1000 സോങ്സ് ഇൻ യുവർ പോക്കറ്റ് എന്ന് പറയും. പിന്നീട് നമ്മൾ ഈ ലക്ഷറി പ്രോഡക്റ്റ് എന്ന് പറയുന്ന സാധനമാണ് സെൽഫ് ഇമേജ് ബെനിഫിറ്റ്സ്. അതായത് ഞാനിപ്പോൾ പോർഷെ ഓടിച്ച് വന്നാൽ എനിക്ക് കിട്ടുന്നൊരു സാധനം. സ്പീഡ് ഇപ്പം 500 കിലോമീറ്റർ സ്പീഡിലൊന്നും കോഴിക്കോട് ടൗണിൽ, കൊച്ചി ടൗണിൽ ഓടിച്ച് വരാൻ പറ്റില്ല. പക്ഷെ അവിടെ ഞാൻ പോർഷയിൽ വന്ന് ഇറങ്ങുന്നു എന്ന് പറയുന്ന ഒരു ഇമോഷണൽ ബെനിഫിറ്റ് ഉണ്ട്.
അതുകൊണ്ടാണ് റോളക്സ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആർക്കും മനസ്സിലാവാത്ത ഗോൾഫ് കളിക്കാരുടെ പടം വെക്കുന്നത്. ഈ ഗോൾഫ് കളി 5%, 3% ആളുകൾക്ക് മാത്രം അറിയുന്ന കളിയാണ്. കളിക്കുന്ന പോലെ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഗോൾഫ് അറിയാം? ഗോൾഫിന്റെ PGA ടൂർ 4 ദിവസം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു PGA ടൂർ നിങ്ങൾ 72 ഹോള് കണ്ടിട്ടുണ്ടാവില്ല. കറക്റ്റ് അല്ലേ? ആ കളിയുടെ പടമാണ് നിങ്ങൾ എവിടെ വെക്കുന്നത്? റോളക്സിന്റെ പരസ്യത്തിൽ വെക്കുന്നത്. അതായത് 1% ഓഡിയൻസിനെ ഇത് പറ്റുമെന്നുള്ള ഒരു അണ്ടർലൈൻ ചെയ്യണം. ബിക്കോസ് ദ പ്രൊഡക്റ്റേഴ്സ് അവർ വിൽക്കുന്നത് ഈ സെൽഫ് ഇമേജ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ അങ്ങനെ ഈ 4 പോയിന്റുകൾ ഞാൻ ഇമോഷണൽ ബെനിഫിറ്റ് പറഞ്ഞു, ഫങ്ഷണൽ ബെനിഫിറ്റ് പറഞ്ഞു, സെൽഫ് ഇമേജ് ബെനിഫിറ്റ് പറഞ്ഞു. 4ാമത്തെ അറിയത്തില്ല, ആലോചിച്ച് പറയാം. ഓക്കെ, ആലോചിച്ച് പറയാം, തലേന്ന് പറയാം. അപ്പോ ഈ സംഭവം ശരിയാണ്, അവർ പറയാൻ ഉദ്ദേശിച്ചതാണ്. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുണ്ടല്ലോ, ആ വാക്കിന്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അതിന്റെ അർത്ഥം അതല്ല. അതെച്ചാൽ ഒരു വാക്കിന് ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, ഒരു വാക്കിന്റെ അർത്ഥം എപ്പോഴും എന്തല്ല. എല്ലാ വാക്കും ഞാൻ എപ്പോഴും പറയട്ടെ, പരസ്യത്തിൽ സിനോണിംസ് യൂസ് ചെയ്യാൻ പറ്റില്ല. സിനോണിംസ് ഒരിക്കലും പരസ്യത്തിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഓരോ വാക്കിനും ഓരോ അർത്ഥമാണ്. ഓക്കെ.